ഷാർജയിൽ പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ഗാർഹിക പീഡനങ്ങളുടെയും ആത്മഹത്യകളുടെയും പശ്ചാത്തലത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഗാർഹിക തർക്ക പരിഹാര സെഷൻ ആരംഭിക്കുന്നു. ഷാർജ കമ്മ്യൂണിറ്റി പോലീസ്, ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവയുടെ സഹകരണത്തോടെ എല്ലാ ശനിയാഴ്ചയുമായിരിക്കും സെഷൻ ഒരുക്കുക. ഷാർജയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഷാർജയിൽ അടുത്തിടെയുണ്ടായ സംഭവവികാസങ്ങളെ തുടർന്ന് ഷാർജയിൽ ഇനി എല്ലാ ആഴ്ചയും ഗാർഹിക തർക്ക പരിഹാര സെഷൻ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകുന്നതിനായിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര ചേരുകയാണ്. ഇത് കമ്മ്യൂണിറ്റി പോലീസുമായി ചേർന്നിട്ടാണോ ഇത് ചെയ്യുന്നത്? ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കും ഇത് ഉണ്ടാവുക? വളരെ ദാരുണമായ സംഭവങ്ങളാണ് ഷാർജയിൽ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഷാർജയിലെ കമ്മ്യൂണിറ്റി പ്രൊട്ടക്റ്റീവ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ ഞങ്ങളെ സമീപിച്ചു. അപ്പോൾ നമ്മൾ സമീപിച്ച സമയത്ത് നമ്മളിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ വളരെ സന്തോഷപൂർവ്വം അവർ പറഞ്ഞു, നമ്മളൊന്ന് കൈകോർത്ത് പിടിച്ചാൽ ഇങ്ങനെ ദാരുണമായ സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എല്ലാ രാജ്യങ്ങളിലും ആൾക്കാർ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ എന്ന രണ്ട് ഗവൺമെൻറ്റും അംഗീകരിച്ച ഒരു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ അതിലിടപെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ അവരോടും അവർ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന നിലപാടാണ് അവരെടുത്തത്. അപ്പോൾ ഇന്നിവിടെ മേജർ നാസർ ബിൻ അഹമ്മദ്, ക്യാപ്റ്റൻ മിസ്സിസ് ഖാനിം എസ്സ, അതോടൊപ്പം ഇൻസ്പെക്ടർ അവാദ് മുഹമ്മദ് എന്ന് പറയുന്ന 3 ഉദ്യോഗസ്ഥരാണ് ഇന്നിവിടെ അസോസിയേഷൻ ഹാളിലേക്ക്, നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഒന്ന് ഇതിൻ്റെ അവർക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, അങ്ങനെ പല കേസുകളും അവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ അവർക്ക് നാട്ടിലുള്ള നമ്മൾ വ്യത്യസ്തരായ, ഇപ്പോൾ ഇന്ത്യ എന്ന വലിയ രാജ്യമാണല്ലോ, ആ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ വിവിധ തരത്തിലുള്ളതാണ്. അപ്പോൾ അതിനു സഹായം നിങ്ങൾ ചെയ്തു തരണം, ഭാഷാപരമായിട്ടും മറ്റുള്ള തരത്തിലും. അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള വ്യത്യസ്ത ആചാരങ്ങളൊക്കെ ഉണ്ട്, അത് സംബന്ധമായി അവർക്കൊന്നും വലിയ അറിവില്ല. അപ്പോൾ ഇതിലൊക്കെ ഒരു സംവിധാനം, ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഞങ്ങളുടെ വർക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ സെഷൻ എന്ന് പറയുന്ന ഈ സാറ്റർഡേ സെഷൻ എന്ന് പറയുന്നത് ഇന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരാശയമാണ്. അത് അവർ കൂടി എല്ലാ ശനിയാഴ്ചയാണ് നടക്കുക. അടുത്ത് തന്നെ, ഇപ്പോൾ ഈ ശനിയാഴ്ചയല്ല, അടുത്ത് വരുന്ന ശനിയാഴ്ചകളിൽ നമ്മൾ തുടരും. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ തന്നെ നമ്മൾക്ക് ഇൻഹൗസ് കൗൺസിലേഴ്സ് ഉണ്ട്. നമുക്ക് ഷാർജ ഇന്ത്യൻ സ്കൂളിൽ 16,000 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാകുമ്പോൾ നമുക്ക് വലിയൊരു കൗൺസിലിംഗ് ടീം നമ്മുടെ കൂടെ ഉണ്ട്. അതോടൊപ്പം പുറത്തുനിന്നുള്ള നമ്മുടെ മെമ്പേഴ്സിൻ്റെ പിന്നെ വിവിധ സംഘടനകളുടെയും ഒക്കെ കീഴിലുള്ള പ്രൊഫഷണൽസായ കൗൺസിലേഴ്സിനെ ടീമായി തിരിച്ചുകൊണ്ട് ഈ എവറി സാറ്റർഡേ ഒരു സെഷൻ ഇങ്ങനെയുള്ള വരുന്ന കോളുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾക്ക് അവരോട് ചർച്ച ചെയ്യാനും അവരോട് പരിഹാര മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നുള്ളത്. അതിന് ഇവിടുത്തെ ഷാർജയിലെയും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരുടെയും സഹായ സഹകരണം നമ്മൾക്ക് ആവശ്യമുണ്ട്. എന്തായാലും ഗാർഹിക പീഡനത്തിൻ്റെ ഇരകൾ ഒറ്റയ്ക്കല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. കൂട്ടായി തന്നെ ഇത്തരം പ്രശ്നങ്ങൾ നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഭാരവാഹികളൊക്കെ ഉള്ളത്. ഷാർജയിൽ നിന്നും യാസിർ അറഫാത്തിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1.